തിരുവനന്തപുരം കോട്ടയ്ക്കകത്ത് നഗരസഭ മുൻ ഇടത് ഭരണസമിതി നിർമ്മിച്ച കടമുറികൾ വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് മേയർ വി രാജേഷ്. വാർഡ് കൌൺസിലറോടും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടും അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നഗരസഭ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിർമ്മാണം പൂർത്തിയായി 7 വർഷം കഴിഞ്ഞിട്ടും കടമുറികൾ വഴിയോര കച്ചവടക്കാർക്ക് തുറന്നു നൽകിയില്ലെന്ന് ജനം TV വാർത്തയ്ക്കു പിന്നാലെയാണ് നഗരസഭയുടെ ഇടപെടൽ. ജനം ഇംപാക്ട്. 7 വർഷങ്ങൾക്ക് മുമ്പ് നഗരസഭ മുൻ ഇടതുപക്ഷ ഭരണസമിതി നിർമ്മിച്ചതാണ് കോട്ടയ്ക്കകം KSRTC ഗ്യാരേജിന് സമീപത്തെ 12 കടമുറികൾ. എന്നാൽ നിർമ്മാണം പൂർത്തിയായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും വഴിയോര കച്ചവടക്കാർക്ക് തുറന്നു നൽകിയില്ലെന്ന ജനം TV വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടിയുണ്ടാകുമെന്ന ഉറപ്പ് നഗരസഭയുടെ പുതിയ ഭരണസമിതിയിൽ നിന്ന് ഉണ്ടായത്. കടമുറികൾ തുറന്നു നൽകുന്നതിൽ കാലതാമസം വന്നതിന്റെ കാരണം പരിശോധിക്കാനാണ് കോർപ്പറേഷന്റെ തീരുമാനം. കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ കൗൺസിലറോടും അതോടൊപ്പം തന്നെ അവിടുത്തെ കൺസേൺ ഉദ്യോഗസ്ഥരോടും അക്കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട്. ഇതു സംബന്ധിച്ച വിശദീകരണം ഫോർട്ട് വാർഡ് കൗൺസിലിൽ നിന്നും ലഭിച്ചതിന് ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനം. വൈകാതെ വഴിയോര കച്ചവടക്കാർക്ക് കടകൾ നൽകാനാണ് നീക്കം. 2019 സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചതാണ് ഈ കടകൾ. തുച്ഛമായ തുകയ്ക്ക് വഴിയോര കച്ചവടക്കാർക്ക് വാടകയ്ക്ക് നൽകുമെന്നായിരുന്നു നഗരസഭ മുൻ ഇടതുപക്ഷ ഭരണസമിതി നൽകിയ ഉറപ്പ്. ജനം, തിരുവനന്തപുരം.